മലയാള സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തുന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം തന്നെ ദൃശ്യം 3 റിലീസിനെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഏപ്രിൽ മാസം ആദ്യം തിയേറ്ററിലോട്ട് എത്തുന്ന സിനിമാ പ്രേമികൾ പ്രതീക്ഷിച്ച ചിത്രമായിരുന്നു ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. ആദ്യ രണ്ട് ഭാഗങ്ങൾ അണിയിച്ചിരിക്കുന്ന ജിത്തു ജോസഫ് തന്നെയാണ് മൂന്നാം ഭാഗത്തിനെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ ലാലേട്ടനോടൊപ്പം തന്നെ മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, സിദ്ദിഖ്, ആശാശരത്ത്, മുരളിഗോപി തുടങ്ങിയവർ തന്നെയാണ് മൂന്നാം ഭാഗത്തിലും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. എന്തൊക്കെയാണ് ആന്റണി ആശീർവാദ് സിനിമാസിന്റെ ബാനറി ആന്റണി പെരുമ്പാവൂര് നിർമ്മിച്ച ചിത്രത്തിന് വലിയൊരു പ്രീസെയിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രീസെയിലൂടെ മാത്രം ഏകദേശം 33 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ചിത്രം ആദ്യത്തിന് ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 50 കോടി പിന്നീട് ഉറപ്പിക്കാം. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഇപ്പോഴത്തെ ഫാൻ ഷോയ്ക്ക് 6 മണിയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ചിത്രത്തിന്റെ ഫാൻ ഷോയുടെ റിവ്യൂകൾ ഫസ്റ്റ് ഹാഫിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് മികച്ച റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ച മലയാള സിനിമയിലെ മറ്റൊരു 200 കോടിയും 300 കോടി ചിത്രമായിട്ട് മാറാൻ ദൃശ്യം 3ക്ക് സാധിക്കുന്നതാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഫാൻ ഷോ റിവ്യൂകൾ അറിയാൻ വേണ്ടി. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ലാലേട്ടന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.